സിനിമാ സീരിയൽ ലോകത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ചെന്നൈയിൽ വൻ ലഹരിമരുന്ന് വേട്ട. മലയാളിയായ യുവനടി അഞ്ജു കൃഷ്ണയും തമിഴ് ചിത്രങ്ങളിലെ സഹസംവിധായിക വിൻസി നിവേദയും ഉൾപ്പെടെ 8 പേരെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക രാസലഹരിയായ മെത്താംഫെറ്റമിൻ, LSD സ്റ്റാമ്പുകൾ, കഞ്ചാവ് എന്നിവയാണ് ചെന്നൈ വത്സരവാക്കത്ത് വെച്ച് ഇവരിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. മലയാളിയായ യുവനടി അഞ്ജു കൃഷ്ണയും തമിഴ് ചിത്രങ്ങളിലെ സഹസംവിധായിക വിൻസി നിവേദയും ഉൾപ്പെടെ 8 പേരെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ ആന്റി നാർക്കോട്ടിക് ഇന്റലിജൻസ് യൂണിറ്റ് നടത്തിയ അതീവ രഹസ്യമായ നീക്കത്തിനൊടുവിലാണ് പ്രതികൾ വലയിലാകുന്നത്. ചെന്നൈ നശപ്പാക്കം സ്വദേശിയായ വിഘ്നേശ്വരൻ എന്നയാളെ പോലീസ് സംഘം ആദ്യം പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് സിനിമാ സീരിയൽ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ ലഹരി ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് ലഹരിമരുന്ന് ആവശ്യക്കാരെന്ന വ്യാജേന മഫ്തിയിലെത്തിയ പോലീസ് സംഘം ലഹരി ഇടപാടുകാരനായ വെങ്കിടേഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ട തന്ത്രപരമായി കെണിയൊരുക്കുകയായിരുന്നു. വത്സരവാക്കത്തെ ഒരു നിശ്ചിത കേന്ദ്രത്തിലേക്ക് ലഹരിമരുന്ന് എത്തിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ആഡംബരക്കാരൻ ലഹരിമരുന്നുമായി എത്തിയ വെങ്കിടേഷ് കുമാറിനെയും കൂട്ടാളികളെയും പോലീസ് വളഞ്ഞു പിടിച്ചു. ഇതേ തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് നടി അഞ്ജു കൃഷ്ണയിലേക്കും സഹസംവിധായിക വിൻസി നിവേദയിലേക്കും അന്വേഷണം എത്തിയത്. മോഡലിംഗ് രംഗത്തിലൂടെ കരിയർ ആരംഭിച്ച അഞ്ജു കൃഷ്ണ തമിഴിലും മലയാളത്തിലുമായി നിരവധി പ്രോജക്ടുകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. തമിഴ് ചിത്രമായ വെള്ളിമലയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അഞ്ജു മലയാളത്തിൽ ജോജു ജോർജ് നായകനായ ആരോ എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഫ്ലവേഴ്സ് ടിവിയിലെ ജനപ്രിയ പരമ്പരയായ പ്രിയങ്കരി ഉൾപ്പെടെയുള്ള സീരിയലുകളിലൂടെയും ഇവർ കുടുംബ പ്രേക്ഷകർക്ക് പരിചിതയാണ്. ഇവർക്കൊപ്പം പിടിയിലായ വിൻസി നിവേദ തമിഴ് സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പ്രതികളിൽ നിന്നും മാരക രാസലഹരിയായ 6 ഗ്രാം മെത്താംഫെറ്റമിൻ, LSD സ്റ്റാമ്പുകൾ, OG കഞ്ചാവ് എന്നിവയ്ക്ക് പുറമെ ഇവ കടത്താൻ ഉപയോഗിച്ച കാറും 9ഓളം സ്മാർട്ട് ഫോണുകളും പോലീസ് പൂർണ്ണമായും കണ്ടുകെട്ടിയിട്ടുണ്ട്. സിനിമാ മേഖലയിലെ പ്രമുഖർക്കും മറ്റാവശ്യക്കാർക്കും വലിയ തോതിൽ ലഹരിമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്നാണ് പോലീസ് സംശയിക്കുന്നത്. നിലവിൽ പ്രതികളെ ചെന്നൈ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ ഈ ലഹരി ശൃംഖലയെ പൂർണ്ണമായും തകർക്കാനുള്ള വിപുലമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ ചെന്നൈ സിറ്റി പോലീസ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വാർത്തകൾ ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.